എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ കേരളം. എനിക്ക് ഒരു കഞ്ചാവ് കൂടി വലിക്കേണ്ട അവസരം ഒരു വലിയ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. വലിക്കാറില്ല. കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ 25 പോലീസുകാരുണ്ടെങ്കിൽ 500 ജോലിയുണ്ട്. ഇത് കഴിക്കുന്ന പോലാണ്. നോട്ട് ഈസി. പണ്ട് പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലൊന്നും പ്രേമിക്കും. ഇത് കോളേജിലെ പ്രേമിക്കും. രണ്ടിനിടയിൽ ഫോൺ പ്രേമിക്കും. ഈ മൂന്ന് സ്കോപ്പുള്ളൂ. എന്താണ് മൊബൈലിൽ നെറ്റിൽ എവിടെ വേണോ പ്രേമിക്കും. ആരും എവിടെ പ്രേമിക്കും. ഇവിടെ വേണോ വരും, എവിടെ വേണോ പോകും. എന്ത് ഹക്കിയാണെങ്കിൽ ആ ഹക്കിങ്ങിലുള്ള പ്രിൻസിപ്പിൾ നൽകാൻ അത് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ഈ യോഗത്തിൽ കൂടിയെത്തിയിട്ടുള്ള ബഹുമാനായ ശ്രീ മേജർ രവി, ശ്രീ ദേവൻ, ശ്രീ സുനിൽ വടയാർ, ശ്രീ കൊല്ലം തുളസി, ശ്രീ രാജേഷ്, നാരായൺ മൗനി ബാബ, യുവരാജ്, ലക്ഷ്മിപ്രിയ, സുധീഷ് ശങ്കർ, മഹേഷ് കൃഷ്ണൻ, പ്രിയപ്പെട്ട LMRK കുടുംബാംഗങ്ങൾ. രജിത്ത് തന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ ലഹരിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ സ്ഥിരമായിട്ട് LMRK ഫംഗ്ഷൻ എത്തുന്നുണ്ട്. ഞാൻ അവിടെ വന്നിരുന്നാൽ മതി എന്നാണ് വിചാരിച്ചത്. ഫംഗ്ഷൻ എത്തിയതിനുള്ള ഒരു ഓർഗനൈസ്ഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇത്ര ഒരു ഫംഗ്ഷൻ ആണെന്ന് എനിക്കറിയില്ല. എനിവേ ഈ ഒരു റോൾ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ഇവിടെ വന്നത് ഒരു മുരുഭക്തനായതുകൊണ്ടാണ്. എക്സൈസ് കമ്മീഷൻ എന്നുള്ളതല്ല. ഞാനും ഈ മുരുകഭക്തനായിട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. എൻ്റെ അപ്പൂപ്പൻ വലിയൊരു മുരുകഭക്തനായിരുന്നു. ഞാൻ മലയാളിയല്ല, ഞാൻ തമിഴനാണ്. തമിഴന്മാർക്ക് എല്ലാവർക്കും ഈ മുരുകൻ വലിയ ഒരു ആളാണ്. എനിക്ക് ചോറ് തന്നത് ട്രിവാൻഡ്രത്ത് അല്ലെങ്കിൽ നാഗർകോവിലിലെ കുമാരകോവിൽ എന്ന അമ്പലത്തിൽ വെച്ചിട്ടാണ്. സ്വാഭാവികമായിട്ട് മുരുകനുമായിട്ട് വീട്ടിൽ വെച്ചൊരു കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 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 വയർലെസ് പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ചില സാഹചര്യത്തിൽ ഞാൻ രജിത്തിനെ പരിചയപ്പെടുകയും ആക്ച്വലി രജിത്ത് ഞാനും ഏതാണ്ടൊരു 2 കിലോമീറ്റർ അകലത്തിൽ 3.5 വർഷം ഒരേ സ്ഥലത്ത് താമസിച്ച ആൾക്കാരാണ്. തൃശ്ശൂർ IG ആയിരിക്കുമ്പോൾ രജിത്ത് താമസിക്കുന്നതിൻ്റെ ഏതാണ്ട് തെക്ക് കിഴക്കായിട്ട് ഞാൻ താമസിക്കുന്നത്. രജിത്ത് അറിയില്ലായിരുന്നു. പുസ്തകത്തിൽ കൂടെ ഞാൻ രജിത്തിനെ പരിചയപ്പെടുന്നത് അറിയുന്നു. സ്ഥിരമായിട്ട് ഈ ഫംഗ്ഷൻസ് പറ്റുകയാണുണ്ട്. അപ്പോൾ ഇത് എൻ്റെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചും സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ കുറിച്ചും പറയാനുള്ള ഒരു വേദി അല്ലാത്തത് കൊണ്ട് എന്നെക്കാളും സ്പിരിച്വലായിട്ടുള്ള എക്സ്പീരിയൻസ് ആൾക്കാർ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറി എനിക്ക് തന്ന റോഡിലേക്ക് ഞാൻ എൻ്റെ കാര്യം ലിമിറ്റ് ചെയ്യും. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് രാജ്യമാണ് ലഹരി എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ പോലീസ് സർവീസിൽ മെമ്പർ എന്ന നിലയിൽ, ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു അംഗം എന്ന നിലയിൽ, സംസ്ഥാന പോലീസിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഞാൻ സംസാരിക്കുമ്പോൾ അത് ഗവൺമെന്റിന്റെ ഭാഗമായി സംസാരിക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹം രാജ്യമാണ് ലഹരി എന്ന് പറഞ്ഞപ്പോൾ ജീവിതമാണ് ലഹരി എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിനുമായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് സംസ്ഥാന സർക്കാർ വിവിധ പരിപാടികൾ കേരളത്തിൽ നടത്തി വരുന്നു. നശാമുക്ത അഭിയാൻ എന്ന പേരിൽ കേന്ദ്ര സർക്കാരും കഴിഞ്ഞ 6-7 കൊല്ലമായിട്ട് ഈ ഏരിയയിൽ കാര്യമായി ജോലി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ലഹരി എന്ന് പറയുന്നത് ഒരു കേരള പ്രതിഭാസമല്ല, ഒരു ഇന്ത്യൻ പ്രതിഭാസമല്ല, ഒരു ആഗോള പ്രതിഭാസമാണ്. ഒരു വലിയൊരു ഇതാണ്. മുന്നേയുമുണ്ട്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ട്. ഇപ്പം അത് കുറച്ചും കൂടെ വിപുലമായി എന്നുള്ളത് മാത്രമാണ്. ഞാൻ കോളേജ് പഠിക്കുമ്പോഴും ലഹരിയുണ്ട്. എനിക്കും ഒരു കഞ്ചാവ് കൂടി വലിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ്. ഞാൻ ടെസ്റ്റ് നോക്കിയിട്ടില്ല, ഞാൻ വലിക്കാറില്ല. ഞങ്ങളുടെ സമയത്തും ലഹരിയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ലഹരി ഇപ്പം വ്യാപകമായി, എന്തുകൊണ്ട് പ്രബലന്റായി, എന്തുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. സ്വാഭാവികമായിട്ടും ഏതൊരു സാധനത്തിന് ഉപയോഗം കൂടുന്നത് അതിന് ഡിമാൻഡ് കൂടുമ്പോഴാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് ഡിമാൻഡ് കൂടി എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് പോലീസ് പിടിച്ചില്ല, എന്തുകൊണ്ട് സോഴ്സ് പിടിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നത്.
തിരിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഡിമാൻഡ് കൂടി എന്നുള്ളത്? ഡിമാൻഡ് കൂടി എന്നുള്ളതിന്റെ ആൻസർ പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്, ഞാനല്ല. ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഓരോരുത്തരും ആണ് എന്തുകൊണ്ട് ഡിമാൻഡ് കൂടി എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആൾക്കാർ. അതിനൊരു ആൻസർ നമ്മൾ കണ്ടുപിടിച്ചാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇഷ്യൂവിൽ പരിധി വരെയെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഡിമാൻഡാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ. ഏതൊരു വസ്തുവും ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യാൻ ആളുണ്ടാവും, പ്രോഫിറ്റ് ആകാൻ ആളുണ്ടാവും. രജി പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഡീസലും പെട്രോളൊക്കെ കൃഷി ചെയ്ത് മോൻ വെച്ചിരിക്കുന്ന ഇപ്പൊ അത്യാവശ്യം നമ്മുടെ ഇന്ത്യയും അത്യാവശ്യം പെട്രോൾ കച്ചവടത്തിൽ എടുക്കാനാണ്. അപ്പോൾ ഡിമാൻഡാണ് മെയിൻ ഇഷ്യൂ. രണ്ടാമത് എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? പോലീസും ഒരു പോലീസ് ഓഫീസർ പോലീസ് എക്സൈസ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ സപ്ലൈ റിഡക്ഷൻ. അതാണ് എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്, സപ്ലൈ റിഡക്ഷൻ. സപ്ലൈ റിഡക്ഷനും പഴയതുപോലെയല്ല. പണ്ട് കേരളത്തിലെ എല്ലാ ബോർഡറും ചെക്ക് ചെയ്ത് എല്ലാ പോലീസും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുറെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വീട്ടിൽ നിന്ന് നെറ്റി കൂടെ കിട്ടും, വീട്ടിൽ കൊണ്ട് സപ്ലൈ ചെയ്ത് തരും, വേരിയസ് മെത്തേഡ്സ് ഉണ്ട്. ഇന്ന് പഴയതുപോലെ കേരളത്തിൽ 44 നദികൾ കുറേയധികം ഡാംസും ഉണ്ട്. നമുക്ക് എത്ര ഡാം 44 നദിയെ നമുക്ക് ഡാമിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ചു കൊച്ചു റെവലൻസ് അത്രത്തോളം പ്രിവലന്റ് ആണ് വേണ്ടിയാണ്. എന്നാലും നമ്മൾ ശ്രമിക്കാറുണ്ട്. എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. ഏറ്റവും കൂടുതൽ കേസ് പിടിക്കുന്ന കേരളമാണ്, ഏറ്റവും കൂടുതൽ കേസ് ശിക്ഷിക്കുന്നത് കേരളമാണ്. നമ്മൾ പിടിക്കുന്ന കേസിൽ ഏതാണ്ട് 98% ശിക്ഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ആവറേജ് 78 ആണ്. ഏറ്റവും കൂടുതൽ കേസ് പിടിക്കുന്ന നമ്മളാണ്. അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും ഏറ്റവും കൂടുതൽ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ എൻഫോഴ്സ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ പിടിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഡ്രഗിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിലാണ്, ഒരുപാട് ക്വാണ്ടിറ്റി കടത്തുന്നുണ്ട്. കേരളത്തിലെ ഒരു യുണീക്ക് ഇഷ്യൂ എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് ഡ്രഗ്സോ പ്രൊഡക്ഷൻ ഓഫ് ഡ്രഗ്സോ അല്ല. കേരളത്തിൽ ഏറ്റവും വലിയ ഇഷ്യൂ കൺസംപ്ഷൻ ഓഫ് ഡ്രഗ്സ് ആണ്. നമ്മുടെ കൺസ്യൂമറിസ്റ്റ് കൾച്ചറാണ്. ആ കൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് കേരള സൊസൈറ്റിയിൽ കൺസംഷൻ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ പിടിക്കുന്നതല്ല സപ്ലൈയേഴ്സിനെയല്ല, കൂടുതലും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരെയാണ്. ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ മക്കളെ ആയിരിക്കാം, നിങ്ങളുടെ റിലേറ്റീവ്സിനെ ആയിരിക്കും, അവരാണ് നമ്മൾ പിടിക്കുന്നത്. ഈ കൺസംഷൻ ആണ് നമ്മുടെ ഇഷ്യൂ. കൺസംഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിലേക്കാണ് നമ്മളെല്ലാവരും ഒത്ത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യം. പിന്നെയുള്ളത് ഇതിനകത്തുള്ള ഹാം റിഡക്ഷൻ. ഈ ഹാം റിഡക്ഷൻ എന്ന് പറയുന്നത് സർക്കാർ വളരെ വിപുലമായി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. അതായത് മദ്യപിക്കുന്ന ആളെ എങ്ങനെ അടുത്തല്ല താഴെ കൊണ്ടുവരാം, അടുത്ത താഴെ കൊണ്ടുവരാം, ഒരു പ്രോസസ്സാണ്, മെഡിക്കൽ പ്രോസസ്സ്. അപ്പൊ ഹാം റിഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ പല പല ഗ്രൂപ്പ്സും പല പല ആൾക്കാർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെയധികം കാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും രജിത്തി പറഞ്ഞതുപോലെ രജിത്തിയ ആൾക്കാർ ഇന്ന് വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 10-15 വർഷമായിട്ട് തന്നെ ഒരുപാട് വിളിക്കാറ്, പല ഇഷ്യൂസ് വിളിക്കാറ്, പുറത്ത് പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് ഇത് ഡീൽ ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും എത്ര ഡീൽ ചെയ്താലും ഒരു പോലീസ് ഓഫീസർ നിലയിൽ എനിക്ക് എപ്പോഴും പറയാൻ പറ്റും, ഈ സപ്ലൈ റിഡക്ഷൻ സൈഡിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ 25 പോലീസുകാരുണ്ടെങ്കിൽ 500 ജോലിയുണ്ട്. ഇത് കഴിഞ്ഞാൽ പോകാനാണ് നോട്ട് ഈസി. കുറച്ചും കൂടെ ഇതായിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും തന്നെ കൊച്ചിയിലെ NCB ഓഫീസിലെ സ്റ്റാഫും 5 പേരും കാണും. ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അവിടെയാണ് പറയുന്നത് ഡിമാൻഡ് എന്നല്ല, ഡിമാൻഡ് റിഡക്ഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. ആ ഡിമാൻഡ് റിഡക്ഷൻ കൊണ്ടുവരാനായിട്ട് ഞാനും നിങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് ഡിമാൻഡ് റിഡക്ഷൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. രണ്ട്, എന്തുകൊണ്ട് സപ്ലൈ ഇപ്പൊ കൂടി, അതുപോലെ ഈസിയാണ്. പണ്ട് ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയാറുണ്ട്, പത്രഘട്ടത്തിൽ പണ്ട് പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് വീട്ടിനടുത്ത് കുട്ടി പ്രേമിക്കണം, അല്ലെങ്കിൽ കോളേജിലെ പ്രേമിക്കണം, രണ്ടിനിടയിൽ ഫോണെ കുട്ടിയെ പിടിക്കും. ഇത് 3 സ്കോപ്പുള്ളൂ. എന്താണ് മൊബൈലിൽ നിന്ന് നെറ്റിക്കിടുന്നത്, എവിടെ വേണോ പ്രേമിക്കാം, ആരെ വേണോ പ്രേമിക്കാം, എവിടെ വേണോ വരും, എവിടെ വേണോ പോകും. അടുത്ത കാലത്ത് ആന്ധ്രാപ്രദേശിൽ നിന്നൊരു പരാതി വന്ന ഒരു പെൺകുട്ടിയെ പിടിച്ചു. 18 വയസ്സേ ഉള്ളൂ. ആ കുട്ടിയെ അമേരിക്കയിലുള്ള 48 വയസ്സുകാരൻ പ്രേമിച്ച് ഇവിടെ വന്ന് ആ കുട്ടിയെ കൊണ്ട് ട്രിവാൻഡ്രത്ത് പോകുമ്പോഴാണ് ഒട്ടിക്കുന്നത്. ഇത് പ്രേമത്തിനല്ല, ഇതാണ് ഇഷ്യൂ. അതായത് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ കണക്ടിവിറ്റിയാണ്. കണക്ടിവിറ്റി ത്രൂ IT സോഴ്സസ്, കണക്ടിവിറ്റി ത്രൂ ഫ്ലൈറ്റ്, മൂവ്മെന്റ് ആണ്. ഇപ്പൊ കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടി. അതുപോലെ തന്നെ മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഓൾ ഓവർ ദ വേൾഡ് മൈഗ്രേഷൻ ഇസ് ബിക്കം ഈസി. ഈ മൈഗ്രേഷൻ ആണ് ഈ പലപ്പോഴും തൊഴിൽ അന്വേഷകർ പല നല്ല കാര്യത്തിൽ അപ്പോഴെങ്കിൽ പോലും മൈഗ്രേഷൻ ആണ് നമുക്കറിയാം. കേരളത്തിൽ ഒരുപക്ഷെ ഇറാഡിക്കേറ്റ് ചെയ്ത പല അസുഖങ്ങളും തിരിച്ചു വരാൻ കാരണം മൈഗ്രേഷൻ, ഹ്യൂമൻ മൈഗ്രേഷൻ.
നോർത്ത് ഈസ്റ്റും വരുന്ന ആൾക്കാർ പലരും വരുമ്പോൾ അവർക്ക് അത്രയും സോഷ്യോ എക്കണോമിക് ഹെൽത്ത് ഇൻഡെക്സിൽ ഡെവലപ്ഡ് ഇല്ലാത്ത സ്ഥലത്ത് വരുന്ന ആൾക്കാർ ദേ ക്യാരി സോ മെനി തിങ്സ്. അതിവിടെ വന്ന് ഇതുമാതിരി മൈഗ്രേഷനും കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷൻ ഈസിയായതോടുകൂടി ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈസി ആയിട്ട് കിട്ടാറുണ്ട്. അപ്പൊ ഈസി ആയിട്ട് സപ്ലൈ വരും. അങ്ങനെ ഈസി ആയിട്ട് സപ്ലൈ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കത് കുറയ്ക്കാൻ പറ്റാത്തത്? എൻ്റെ കയ്യിൽ 500 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും 5000 ഷർട്ട് വാങ്ങിക്കാൻ പോകുന്നില്ല. പക്ഷെ എൻ്റെ കയ്യിൽ 50,000 5000 ഷർട്ട് വാങ്ങിക്കാം. നമ്മൾ ഡിമാൻഡ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഡിമാൻഡ് കുറയ്ക്കുന്നതിലാണ് സർക്കാർ ഇപ്പോൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ പറഞ്ഞ ജീവിതപാഠ ക്യാമ്പയിൻ വളരെ ഉള്ളിലായിട്ട ക്യാമ്പയിനാണ്. നിങ്ങൾക്കറിയില്ല, പഞ്ചായത്ത് വാർഡ് തൊട്ട് സംസ്ഥാന തലത്തിൽ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. പോലീസ് എൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ പോലീസ് എൻഫോഴ്സ്മെന്റ് മാത്രമേ സ്കോപ്പേ ഉള്ളൂ. എക്സൈസ് അതിനിവിടെ വേറൊരു വിമുക്തി മിഷൻ ഒരു പ്രോജക്റ്റ് മിഷൻ തന്നെയുണ്ട്. ഒരു വർഷം സർക്കാർ 12 കോടി രൂപ വിമുക്തി മിഷന്റെ ആക്ടിവിറ്റീസിന് മാത്രം കൊടുക്കുന്നുണ്ട്. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവയർനെസ് മാത്രമല്ല, റിഹാബിലിറ്റേഷൻ, ഹാം റിഡക്ഷൻ, കൗൺസിലിംഗ്, ഒത്തിരി ആക്ടിവിറ്റീസ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഈസ് ഓൾസോ ട്രൈങ് ടു വാട്ട് എവർ ഈസ് പോസിബിൾ ത്രൂ വേരിയസ് മെക്കാനിസംസ്. അത് ഓൾറെഡി നടക്കുന്നുണ്ട്. അത് കേരള ഗവൺമെന്റ് മാത്രമല്ല, ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്നത്, മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്. വി ആർ ട്രൈങ് ടു ഡു വാട്ട് എവർ ഈസ് പോസിബിൾ. അദ്ദേഹം പറഞ്ഞതുപോലെ രാജ്യമാണ് ലഹരി എന്ന് അദ്ദേഹം പറഞ്ഞു. അതൊരു നല്ല കാര്യമാണ്. ഞാൻ അതിനെ കുറച്ചും കൂടെ മുകളിലോട്ട് താഴോട്ടും ആക്കിയത്. ഞാൻ പറയും, ജീവിതമാണ് ലഹരി, ജീവനാണ് ലഹരി. നമുക്ക് ഇത്രയും നല്ല ഒരു ജീവനും ശരീരവും കയ്യും കാലും ഇവിടെ വരാനുള്ള സൗകര്യമൊക്കെ തന്ന ആ ജീവനുണ്ട്. We are blessed to have such a life, such a ജീവൻ. അത് എങ്ങനെ പ്രിസർവ് ചെയ്യാം, അതെങ്ങനെ എൻജോയ് ചെയ്യാം, അത് വലിയ കൺസെപ്റ്റാണ് ജീവിതം. അപ്പം ലഹരി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്നെ തന്നെ ആക്കി കഴിഞ്ഞാൽ രണ്ടാമത് സമൂഹമാണ്, കുടുംബമാണ്, സമൂഹമാണ്, പിന്നെ രാജ്യമാണ്, പിന്നെ ലോകമാണ്. അദ്ദേഹം രാജ്യത്തിൽ വരുമ്പോൾ കാർൽ സാഗൻ എന്ന് പറഞ്ഞൊരു ആസ്ട്രോണോട്ട് അദ്ദേഹം സ്പേസിൽ പോയിട്ട് ഭൂമിയെ കണ്ടിട്ട് ഭൂമിയെ കൊണ്ട് പറഞ്ഞ സാധനമാണ്. അമേരിക്കൻ ആസ്ട്രോണോട്ട്. എ ടൈനി ബ്ലൂ ഡോട്ട് എന്നൊരു വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. ആ ടൈനി ബ്ലൂ ഡോട്ട് എന്നുള്ള വീഡിയോ നമ്മൾ ആ വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാവും ഈ എൻറ്റയർ കോസ്മിക് സ്പേസിൽ ഒരു ചെറിയ ഡോട്ടാണ് നമ്മുടെ ഭൂമി, ചെറിയ ഡോട്ട്. ഈ ഡോട്ടിനകത്താണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പൊ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ലൈഫുള്ള പല ആക്ടർ ഈ ടൈനി ഡോട്ടിനെ എങ്ങനെ പ്രിസർവ് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. സെയിം തിങ്, നമ്മൾ ലോകം, രാജ്യം, പ്രകൃതി, ജീവൻ, ഇതൊക്കെ തന്നെ വാല്യൂസ് ഉണ്ട്. അതിലേക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അതിനെല്ലാം മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഡിസൈർ കുറയ്ക്കാവുന്നതാണ്. ആഗ്രഹങ്ങൾ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള പല ആക്ടിവിറ്റീസ് വരും. അതിലേക്ക് കുറയ്ക്കാവുന്നത് സ്വാഭാവികമായിട്ട് ഇതിലേക്ക് ഒരു പരിധി വരെ ചെയ്യുന്നതാണ്. ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പയിനിൽ ഞാൻ എല്ലാ കോളേജിൽ പോകുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എത്ര കുട്ടികൾ ഇന്ന് രാവിലെ അച്ഛനെയോ അമ്മയോ അപ്പൂപ്പനെയോ അമ്മമ്മയോ കെട്ടിപ്പിടിച്ചു? അപ്പൊ ഞാൻ ഈ കെട്ടിപ്പിടിക്കുന്നതിന്റെ ഗുണം പഠിച്ചത് മുന്നാബായ് MBBS എന്ന സിനിമയിൽ നിന്നാണ്. അത് തമിഴ് കമലഹാസന്റെ കട്ടിപ്പടി വൈകുന്ന സാധനമുണ്ട്. അപ്പൊ അന്നേരം മനസ്സിലായി കെട്ടിപ്പിടിക്കുന്നതിന്റെ ഒരു കെമിസ്ട്രി. പണ്ടൊക്കെ നമ്മൾ കുട്ടികൾ ആര് വീട്ടിൽ വന്ന് നമ്മൾ കെട്ടിപ്പിടിക്കും, ഇപ്പൊ അത് പിടിക്കാറില്ല. അപ്പോഴാണ് മനസ്സിലായി കെട്ടിപ്പിടിയുടെ എന്താ സാധനം. ഞാൻ എപ്പോഴും ചോദിക്കാൻ, നിങ്ങൾ അമ്മയെ രാവിലെ കെട്ടിപ്പിടിച്ചു, അച്ഛനെ കെട്ടിപ്പിടിച്ചു? സർപ്രൈസിങ് എനിക്ക് വെള്ളം കൊടുക്കും. അടുത്ത കാലത്ത് ഒരു കോളേജിൽ പോയി 90% ആൾക്കാർ രാവിലെ ഹഗ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അച്ഛനെയും നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ വീട്ടിലെ അപ്പനെയും അമ്മമ്മയും കുട്ടികൾക്ക് ഹഗ് ചെയ്യാമെങ്കിൽ, തിരിച്ച് നിങ്ങൾ ഹഗ് ചെയ്യാമെങ്കിൽ ആ ഹഗ്ഗിങ്ങിലുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വലുതാണ്. അത് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യും. ടീച്ചർമാരോട് ഞാൻ പറയാറുണ്ട് എന്ന് വെച്ചാൽ, നിങ്ങൾ കുട്ടി ടീച്ചറല്ല ആവേണ്ടത്, ജസ്റ്റ് തിങ്ക് ദ പാരന്റ് യുവർ സ്ട്രെങ്ത്. അതായത് നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും അമ്മയോ അച്ഛനോ നിങ്ങളാണ് അറിയുക. അവർ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റും. അതല്ല ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ടീച്ചറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ മോണോലോഗ്സും സെർമൺസും കൊടുക്കാൻ പറ്റും, ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് യു ക്യാൻ പാരന്റ് യുവർ സ്ട്രെങ്ത്, if you can hug your father or mother, hug your kid, if you can parent your strength, then automatically things will change. ഒന്ന് ഫിസിക്കൽ ഫീലിംഗ് ആണ്, ഒന്ന് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീലിംഗ് രീതിയാണ്, പിന്നെ അടുത്തതിലേക്കാണ് നമ്മൾ വേണ്ടത് ഹൗ ടു ഡൈവേർട്ട് ആക്ടിവിറ്റീസിലേക്ക്. നമ്മളൊക്കെ പണ്ട് എനിക്ക് ഞാൻ കളിക്കാത്ത കളിയില്ല, കയറാത്ത മരമില്ല, നോക്കാത്ത സ്ഥലങ്ങളില്ല, പ്രേമിക്കാത്ത പെണ്ണുങ്ങളില്ല, ഒന്നുമില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്, പറ്റാത്ത എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ എൻജോയ് എല്ലാം. ഇന്ന് എൻ്റെ മോൻ 24 മണിക്കൂർ ഐപാഡിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ കയറിയിരിക്കും. അവനത് ഊരി എടുക്കാൻ തന്നെ പാടാം. സത്യം പറഞ്ഞാൽ
ഈ പറഞ്ഞ പോലെ നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് ആക്ടിവിറ്റീസിന് ഒരുപാട് ഗുണമുണ്ടാവും. നമ്മൾ കളിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ വീണ്ടും പരുക്ക് പറ്റും, തോൽക്കും, കൂട്ടുകാരെ ഉണ്ടാക്കും, എതിരാളികളെ ഉണ്ടാക്കും, ക്യാമറീസ് വരും, എങ്ങനെ സിറ്റുവേഷൻ സോൾവ് ചെയ്ത് പഠിക്കും. സിറ്റുവേഷൻ ഇപ്പൊ എനിക്ക് പണ്ടൊക്കെ എനിക്കൊരു ബിരിയാണി വാങ്ങി കിട്ടുമെങ്കിൽ അച്ഛൻ പറയണം, ഇന്ന് എന്റെ മോൻ ബി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാവും ബിരിയാണി, അപ്പൊ 2 വാങ്ങി കൊടുക്കും, നിനക്ക് 1 പോലെ 3 മേടിച്ചാണ്. ഞാൻ ഓർഡർ ചെയ്തു. നമ്മുടെ കുട്ടികൾ ഇപ്പൊ വെച്ചാൽ കുട്ടികൾക്ക് ഒന്നും എന്താ പറയാ ഏൺ ചെയ്യാനോ അല്ലെങ്കിൽ ഇതല്ല, കുട്ടികൾ ചോദ്യങ്ങൾ കൊടുക്കുകയാണ്, അവർ പ്രോബ്ലംസ് അറിയില്ല. സോ ഓട്ടോമാറ്റിക്കലി അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പങ്കെടുപ്പിക്കാനും ഫീൽ ചെയ്യാനും ടീം ഫോം ചെയ്യാനും തോക്കാനും ജയിക്കാനും ശത്രുക്കളെ ഡീൽ ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ അടുത്ത ലെവലിൽ സർവൈവ് ചെയ്യുന്നതാണ് എൻ്റെ. 4ാമത്തെ സാധനം നമ്മൾ പറഞ്ഞു വെച്ചാൽ അഫ്കോഴ്സ് അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് സ്പിരിച്വാലിറ്റി. പണ്ടൊക്കെ രാവിലെ വീട്ടിൽ വിളക്കത്തിക്കണം, ഒത്തിരുന്ന് പ്രാർത്ഥിക്കണം, വൈകുന്നേരം ഒത്തിരുന്ന് പ്രാർത്ഥിക്കണം, ഒന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് മൊബൈലിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ തൃശ്ശൂരിൽ 4 വർഷം ജോലി ചെയ്ത ആളാണ്. ഗുരുവായൂരുമായിട്ട് എനിക്ക് അഭേദ്യ ബന്ധമാണുള്ളത്. എപ്പോഴും ഗുരുവായൂരാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, മേൽപ്പത്താട് സൈഡിൽ ഒരുപാട് വയസ്സായ ആൾക്കാരുകളാണ്. എത്ര കാലമല്ല, ഒരു 50% ആൾക്കാരും ഈ മക്കള് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും എല്ലാം വലിയ ആൾക്കാരുണ്ടാവും. എല്ലാം വലിയ ആൾക്കാരുണ്ടാവും. നമ്മൾ അടുത്ത് വെച്ചിരിക്കും പറയും മോൻ അമേരിക്കയിലാണ്. അടുത്ത കാലത്ത് ഒരാൾ മരിച്ചപ്പോൾ എവിടെ ക്രിമിനൽ അല്ല, അപ്പൊ മൊബൈൽ നമ്പർ വിളിച്ചു, അതിന്റെ മകൻ അമേരിക്കയിലാണ്, ഇതിന്റെ ഭാര്യ അമേരിക്കയിലാണ്. അദ്ദേഹം ആള് ഇൻസ്പെക്ടർ എത്ര രൂപ വേണം ക്രിമേറ്റ് ചെയ്യാൻ, അത് മാത്രം പറഞ്ഞാൽ മക്കളൊക്കെ വലിയ ദിവസമുണ്ടാണ്. നമ്മൾ എവിടെ എത്തിയെന്നുള്ളത് നമുക്ക് ആ ഫീലിംഗ് പോയി. അപ്പം സ്വാഭാവികമായിട്ടും മാറിപ്പോയി. സ്പിരിച്വൽ ഫീലിംഗ്സ് തന്നെ വേണം. സ്പിരിച്വാലിറ്റിയും സ്പിരിച്വൽ സ്പേസസ് ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഹീലിംഗ് സ്പേസസ് ആയിട്ട് ക്യാമറ ഉണ്ടാക്കാനും കൊളാബറേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതൊരു ഹോൾസം കൺസെപ്റ്റാണ്. ഈ കൺസെപ്റ്റിലേക്ക് എല്ലാ വ്യക്തികൾക്കും റോളുണ്ട്. കുടുംബത്തിൽ റോളുണ്ട്, സമൂഹത്തിലുണ്ട്, സർക്കാരിൻ്റെ റോളുണ്ട്, എല്ലാവരുടെ റോളുണ്ട്. ആ റോളിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ അതുവേണ്ടി ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ട്, കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെയുള്ള എഫേർട്സ് പരിപൂർണമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വ്യക്തിയും നിങ്ങൾ അതിലേക്ക് ഇൻവോൾവ് ആയാൽ മാത്രമേ. ഒരു വ്യക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. വ്യക്തിയിൽ നിന്ന് കുടുംബത്തിലേക്ക്, കുടുംബത്തിന് സമൂഹത്തിലേക്ക്, സമൂഹത്തിന് രാജ്യത്തിലേക്ക് എത്തുമ്പോഴാണ് ഒരു സാധനം ആ സർക്കിൾ കംപ്ലീറ്റ് നമുക്ക് ഇൻവോൾവ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ വൈ ഡിമാൻഡ്, ഇവിടെ ഒരുപാട് സിനിമാക്കാരിക്കുന്നുണ്ട്. ചെറുതായിട്ട് കൂടുതൽ കാര്യമൊന്നും പറയാതെ ഒരു ലൈൻ പറഞ്ഞ് നിർത്താം. ഞാൻ എറണാകുളം 4 വർഷം ജോലി ചെയ്തിട്ടുണ്ട്, കമ്മീഷണറായിട്ട് വൈകിയായിട്ട്. നിങ്ങൾ കേൾക്കുന്ന പല പ്രമുഖ കേസുകളും കുരുക്കാനും പിടിക്കാനും കളിച്ച ആളാണ് ഞാൻ. അപ്പൊ അതിലൊരു പ്രമുഖ പലതും കേസായിട്ടില്ല എന്നല്ല പറയും, പലതും കേസായിട്ടില്ല, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോ കേസായിട്ട് പറഞ്ഞത് കേസിനകത്ത് ഒരുപാട് വലിയൊരു സാധനമാണ്. ഈ ഫീൽഡിൽ ഒരാളെ ഞാൻ ഇതുവരെ ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ, സർ ഞങ്ങൾ യു ആർ വെൽ ഓഫ്, നല്ല ഇതുണ്ട്, ഫാമിലി കൊള്ളാം, പൈസയുണ്ട്, വൈ യു ആർ ഡൂയിങ് ഇറ്റ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, സർ ഇതൊക്കെ സാറ് പറയും, പക്ഷേ 24/7 ഞാൻ അഭിനയമാണ്. ഏർലി മോർണിംഗിൽ അത് കഴിഞ്ഞ് വരുന്നത് ഭയങ്കര പ്രഷറാണ്. അതുകൊണ്ട് എന്താ പ്രശ്നം സർ, ഇത് സാധനം കഴിച്ചാൽ 24/7 ഓൺ എന്ന് വെച്ചാൽ ഒരു സ്ട്രെസ്സും പിടിക്കരുത്, ഒന്നും പിടിക്കരുത്. ഞാൻ ആ ഒരു ഫീൽഡിലുള്ള ഒരു സ്ട്രെസ് പറയണം. അപ്പം എനിക്ക് വളരെ പ്രധാനപ്പെട്ട അറിയാമോ, പേരൊന്നും പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ അദ്ദേഹത്തിൻ്റെ ഫാമിലി അവർ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ സാഹചര്യങ്ങളാണ് നമ്മൾ ആ പൊസിഷനിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെ കൊച്ചിയിൽ കുറച്ച് വർഷങ്ങൾക്ക് ഉണ്ടായ ഫേമസ് കേസുണ്ട്, നിങ്ങൾക്കറിയാം, റോഡ് ആക്സിഡന്റിൽ 1 പേര് മരിച്ച കേസാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും ഇതിന്റെ വേറൊരു വർഷം എന്താണ്, അവിടെ എന്തിന് പോകുന്നു, എന്തിന് ഉപയോഗിക്കുന്നു ചോദിച്ചപ്പോൾ ഹൈ അല്ല, ഇറ്റ്സ് നോട്ട് ഹൈ, യു ആർ ഓൾവേസ് ഓൺ. ഒരു സ്ട്രെസ്സിൽ ഭക്ഷണം കഴിക്കേണ്ട വെള്ളം കൂടി 24/7 യു ആർ വെരി വൈബ്രന്റ്, വെരി ആക്റ്റീവ്. ഇതാണ് ഓരോ രീതിയിലുള്ളത്. ഇന്ന് കേരളത്തിലെ കോസ്റ്റൽ ഏരിയയിലുള്ള ഈ പെൺകുട്ടികളുടെയുള്ള സ്ഥാനത്തിന് വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് തന്നെ ഒരു കറക്റ്റീവ് മെക്കാനിസം ഉള്ളത് ഡിമാൻഡ് കുറയ്ക്കാവുന്നതാണ്. ഡിമാൻഡ് കുറയ്ക്കാൻ എനിക്കും നിങ്ങൾക്കും ഓരോ വ്യക്തിക്കും റോളുണ്ട്. ആ റോളിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന്. അതിന് ഒരുപക്ഷെ ഇത്തരം സ്പിരിച്വൽ കൊളാബറേഷൻസും
സ്പിരിച്വൽ കോൺഗ്രേഷൻസും ഒക്കെ അതിന് സപ്പോർട്ട് ചെയ്യട്ടെ എന്നും ഇതിൽ നിന്ന് കിട്ടുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ സ്പിരിറ്റും നിങ്ങളുടെ എനർജി. എൻ്റെ സ്പിരിച്വാലിറ്റി ഈസ് ഓൾ എനർജി. അപ്പോൾ ആ എനർജി ഫീൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീൽ അത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സമൂഹത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും അദ്ദേഹം പറഞ്ഞ രാജ്യത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ സാധിക്കട്ടെ. അതുവഴി നല്ലൊരു ലോകത്തെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ശരണമായ.